الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه وصلى الله على محمد وآله وأصحابه الفائزين برضا الله. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله. فإما تعرضن عنه ابتغاء رحمة من ربك ترجوها فقل له قولا ميسورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا لا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ട വിഷയം സക്കാത്തും സദഖയും എന്നൊക്കെയുള്ളതാണ്. ഞാനത് ഓതിവെച്ച ആയത്തിലൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നു. മനുഷ്യന് സമ്പത്ത് കിട്ടിയാൽ അത് തനിക്ക് അനുഭവിക്കാനുള്ളതല്ല. താൻ ഹലാലായി സമ്പാദിച്ചതും വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയതുമൊക്കെ ശരിയാണ്, അത് തനിക്ക് അനുഭവിച്ചുകൂടെ എന്ന് ചോദിക്കും. പാടില്ല എന്നാണ് ഖുർആൻ സിദ്ധാന്തിക്കുന്നത്. കാരണം മനുഷ്യന് ഒരുപാട് കഴിവുകൾ പടച്ചോൻ കൊടുത്തതാണ്. അവനിവിടെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ, അതിലൊക്കെ പടച്ചവന്റെ സഹായം നിർലോഭമുണ്ട്. ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ പടച്ചോന് ഒരു അവകാശവാദമുണ്ട്, പണമൊക്കെ ഞാൻ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ പടച്ചോൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കാണാം ഒരുപാട് സ്ഥലത്ത്, 10-60 ചില്ലാനം സ്ഥലത്ത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഈ ആശയം വരുന്ന ആയത്ത് നിർദ്ദേശം ഒരുപാടുണ്ട്. അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക, മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് വെറുതെ തന്നതിൽ നിന്ന്. ഞാൻ നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങൾ ചെലവഴിച്ചോളി. നമ്മൾ ഒരാളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എടാ മോനെ, ഞാൻ നിനക്ക് തന്ന ആ പൈസ അല്ലേ, ഈ ചെലവഴിക്കണം കുറച്ച് എന്ന് പറഞ്ഞാൽ എന്തു തോന്നുന്നു? അതേപോലെയാണ് പടച്ചവൻ നമ്മളോട് ചെലവഴിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞ രൂപം. നാം നൽകിയത്, വെറുതെ തന്നത്, അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മരണം വരുന്നതിന് മുമ്പ് വേണം എന്നുണ്ട്. അതിനൊക്കെ നാം തന്നത് എന്നിങ്ങനെ പറയാൻ കാരണം, ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യന് പലതരം കഴിവുകളുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യന് എന്തിനോടും ഏറ്റുമുട്ടി വിജയിക്കുവാനുള്ള കഴിവുണ്ട്. മറ്റു ജന്തുക്കൾക്ക് അതില്ല. അവയുടെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ട ഏതാനും രംഗത്ത് മാത്രം, മുഴുവൻ രംഗത്തുമില്ല, ഏതാനും രംഗത്ത് മാത്രമേ ഏറ്റുമുട്ടാൻ കഴിവുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല, ഏത് രംഗത്തും എന്തിനോടും മത്സരിക്കാം. തനിക്ക് എതിരെ നിൽക്കുന്ന എന്തിനോടും എതിർത്ത് ജയം കയ്യിലാക്കുവാൻ മനുഷ്യന് കഴിയും. ഇതൊക്കെ കണ്ടപ്പോഴാണ് അയസ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്, മനുഷ്യനൊരു ധാരണയുണ്ടല്ലോ, ഞാനാണ് ഈ ലോകത്തിന്റെ മാസ്റ്റർ എനിമൽ എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ യജമാനൻ ഞാനാണ്, എന്തിനേയും ഞാൻ കീഴടക്കും, എല്ലാറ്റിനെയും ഞാൻ ഉപയോഗപ്പെടുത്തും എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാ, അതൊന്നും തെറ്റല്ല. അതിനൊക്കെ കഴിവ് കൊടുത്തുകൊണ്ട് തന്നെ ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ ഇങ്ങനെ അത് പറയുമ്പോ പഠിച്ചോന് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈനി എന്നിങ്ങനെ പറയുന്നത് കാണാം. മനുഷ്യ, ഞാൻ നിനക്ക് കണ്ണ് തന്നിട്ടില്ലേ? കണ്ട് പഠിച്ച് മനസ്സിലാക്കിയല്ലേ നീ ഒരുപാട് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സ്വത്ത് സമ്പാദിക്കുന്നത്, അത് വിനിയോഗിക്കുന്നത്, അതിന്റെ ഏർപ്പാടുകളെല്ലാം നിർവഹിക്കുന്നത്, കുടുംബത്തെ പോറ്റുന്നത്, വളർത്തുന്നത്, ഇവിടത്തെ സമുദായവുമായി ബന്ധപ്പെടുന്നത്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പഠിക്കുകയും അതിൽ നിന്ന് തനിക്ക് നേടിയെടുക്കുവാനുള്ളതൊക്കെ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടല്ലേ. അതില്ലെങ്കിലോ? അടുത്തത് ലിസാനൻ വശഫത്തൈനി, രണ്ടാമത്തെ നേട്ടം സംസാരിക്കാനുള്ള കഴിവാണ്. നാവും ചുണ്ടുകളും സംസാരിക്കാനുള്ള ശേഷി. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാഴ്ചയും സംസാരശേഷിയും ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൊന്നില്ലാത്ത ആൾക്കാരെ ധാരാളം കണ്ടിട്ടുണ്ടാവും.
സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് കാഴ്ചയുണ്ട്. അന്ധന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടാവും. ഇത് രണ്ടുമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഒരൊറ്റ പെണ്ണു മാത്രം, ഹെലൻ കെല്ലർ. സംസാരിക്കാൻ ശേഷിയില്ല, കാണാനൊട്ട് കഴിവുമില്ല, ചെവിയും കേൾക്കൂല. അത് മൂന്നും കൂടി ഇല്ലാത്ത ലോകത്ത് അറിയപ്പെടുന്ന ഒറ്റ ഒരു പെണ്ണ് പ്രഗത്ഭയായി വളർന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ എല്ലാവരും കേൾക്കുന്നത്. കാരണം അതില്ല, കോടിയിലൊന്നുപോലുമില്ല, കോടിയിലൊന്നുപോലുമില്ല. മനുഷ്യന് പടച്ചോൻ കരിഞ്ഞരുളിയ ഏറ്റവും വലിയ രണ്ട് കഴിവുകളാണ് കാണാനും സംസാരിക്കാനുമുള്ള ശേഷി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര ലളിതമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണത്. അത് കാഴ്ച ശക്തി, സംസാര വൈഭവം. അത് ഉപയോഗിച്ചല്ലേ നമ്മൾ മിക്കതും 95% നേടിയെടുക്കുന്നത്. കഴിച്ച 5% ഏറെ പ്രഗത്ഭമായി നിൽക്കുന്ന കരുത്തുറ്റ രണ്ട് ഉപകരണങ്ങളല്ലേ കാഴ്ചയും സംസാര വൈഭവവും. അത് മനുഷ്യന് തന്നിട്ടുണ്ട് എന്ന് പടച്ചോൻ പറയുന്നത്. അപ്പോ പടച്ചോൻ പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള കഴിവിന്റെ എല്ലാം ഞാൻ തന്നതാണ്. പിന്നെ മനുഷ്യന് ബുദ്ധിയുണ്ട്, കഴുതക്ക് ബുദ്ധിയില്ല. മനുഷ്യന് ബുദ്ധിയില്ലാതെ പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബുദ്ധിയല്ലേ മനുഷ്യന്റെ എല്ലാറ്റിന്റെയും ഉപകരണം. എന്ത് നേടിയെടുക്കുന്നതിന്റെയും ഉപകരണം, എന്തു തേടുന്നതിന്റെയും ഉപകരണം, തേടുന്ന ഭാഗം ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെയും ഒക്കെ ഉപകരണം ബുദ്ധിയല്ലേ. അത് നമുക്ക് കുറഞ്ഞു പോയാൽ എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ പടച്ചവൻ സംസാര വൈഭവം തന്നു, കാണാനുള്ള കഴിവ് തന്നു. ഈ കാണുന്നതും കേൾക്കുന്നതും നാം സംസാരിക്കുന്നതും എല്ലാം കൂടെ വെച്ചിട്ട് ബുദ്ധിക്ക് അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ തീരുമാനം അപ്പോൾ ഇങ്ങ് വരും. അത് തന്നെ എങ്ങനെങ്കിലും ഒന്നല്ല, കൃത്യമായ തീരുമാനം. അതിന്റെ ടോണ്, അതിലൂടെ കേട്ട ഒച്ചയുടെ വ്യതിയാനം, ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഒരുപാട് കാര്യം ബുദ്ധിക്ക് അതാണ്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാ ബുദ്ധി തീരുമാനം ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തരും. ഇന്നതാണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ള നിഗമനം ഓരോന്നും മനസ്സിലാകുന്നില്ലേ? അപ്പോ ഇതൊക്കെ പടച്ചോൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ തേടുന്നതും നേടുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതും വളർത്തുന്നതും ഒക്കെ. അപ്പൊ പിന്നെ പടച്ചോൻ പറഞ്ഞത് ഏതാണ്ടൊക്കെ ശരിയല്ലേ? അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് വെറുതെ തന്നതാണ് കൂട്ടരെ, അതിൽ നിങ്ങൾ ചെലവഴിക്കും. ഞാൻ വെറുതെ തന്ന അതിന്ന് ഒരംശങ്ങൾ ചെലവഴിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ലോകം പഠിച്ചു നോക്കിയാലും അങ്ങനെ തന്നെ മനസ്സിലാകുന്നത്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധന്മാർ ആരാണ്? ഇന്ത്യയിലെ വലിയ പണക്കാരെ നിങ്ങൾക്കറിയാം, ടാറ്റയും ബെർലയും പോലുള്ള ആൾക്കാരാണ്. എന്നാൽ ആരാണ് സാമ്പത്തിക വിദഗ്ധന്മാർ ഇന്ത്യയിലെ? അതോ ഇവരാരും അല്ല. ഇവർക്ക് ഉപദേശം നൽകുന്ന, ഇവരോട് ശമ്പളം പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇവരുടെ ഉപദേഷ്ടാക്കൾ. അവരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിചക്ഷണന്മാർ. ഒരു പക്ഷേ ടാറ്റയോടും ബെർലയോടും കിർലോസ്കറിനോടും മഹീന്ദ്രയോടും മഫത്ലാൽ ഗ്രൂപ്പിനോടും ഒക്കെ 25,000 30,000 ശമ്പളം വാങ്ങി ജീവിക്കുക ചെയ്യുന്നു. അപ്പൊ സാമ്പത്തിക വിചക്ഷണന്മാർക്ക് പണമില്ല, പണമുള്ളവർക്ക് സാമ്പത്തിക വൈദഗ്ധ്യവുമില്ല. പിന്നെ ആർക്കാണ് പണം ഉണ്ടായത്? എന്തിനാ പണം ഉണ്ടായത്? എങ്ങനെയതുണ്ടായത്? പടച്ചോൻ പറഞ്ഞല്ലോ, ലേശം ശരിയുണ്ടോ? ഏത്? നാം നൽകിയതാണ്, വെറുതെ നൽകിയതാണ്. കുല്ലൻ നുമിദ്ദു ഹാവുലായി വ ഹാവുലായി മിൻ അത്വാഇ റബ്ബിക് എന്ന് പറഞ്ഞിട്ടില്ലേ? പടച്ചോന്റെ ഈ ദാനം എല്ലാവർക്കും കൊടുക്കും. പടച്ചോനെ അംഗീകരിക്കുന്നവനും കൊടുക്കും, പടച്ചോനെ അംഗീകരിക്കാത്തവനും കൊടുക്കും. ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവനും കൊടുക്കും, പരലോകവും കൂടി ആഗ്രഹിക്കുന്നവരും കൊടുക്കും. ഇവിടെ അതാ പറഞ്ഞത്, കുല്ലൻ നുമിദ്ദു ഹാവുലായി വഹാവുലായി, ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കും ഒക്കെ കൊടുക്കും എന്നത്. ദുനിയാവ് മാത്രം മതി എന്ന് വിചാരിക്കുന്നവനും കൊടുക്കും, അല്ല പരലോകവും കൂടി വേണം എന്ന് വിചാരിക്കുന്നവനും കൊടുക്കും. രണ്ടിനു വേണ്ടിയും തേടുന്നവരുണ്ട്, ഓൽക്കൊക്കെ കൊടുക്കുന്നുവല്ല. നുമിദ്ദു എന്ന് പറഞ്ഞു ഇത്രയും നാം വളർത്തിക്കൊടുക്കുന്ന മിൻ അത്വാഇ റബ്ബിക് എന്ന പദപ്രയോഗം കൂടി ശ്രദ്ധിക്കുക. ദാനം എന്നാണ്, നിന്റെ റബ്ബിന്റെ ദാനം. ആ ദാനം ഇഷ്ടം പോലെ തരും. ജുമാ നിസ്കരിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടണം, എന്ത് ജോലി ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കോടി നന്ദി ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ല, മഈശത്ത് തേടിക്കോളൂ,
ജുമാനസ്കാരം കഴിഞ്ഞാൽ നാട്ടിലെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, എന്ത് ജോലിയിൽ ഏർപ്പെട്ടോളൂ, എന്നിട്ട് മഴീശത്ത് തേടിക്കോളൂ. മഴീശത്ത് എന്ന് അവിടെ പറഞ്ഞ് അല്ല, ഒബത്താവോ മീൻ ഫളില്ല. ഫള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറുതെ തരുന്നത്. വെറുതെ തരുന്നത് എന്ന് പറഞ്ഞാൽ കൂലിയേക്കാൾ അപ്പുറമുള്ളത്, മിച്ചം എന്നാ ഫള് എന്നർത്ഥം. ഒരാൾക്ക് 50 റുപ്യ അല്ലെ 100 റുപ്യ കൂലി നിശ്ചയിച്ചിട്ട് 125 വിട്ടാ 25 ഫള്, 100 അപ്പൊ ഫളിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ വെറും ദാനം, അവകാശത്തിനൊക്കെ പുറമേയുള്ള വെറും ദാനം മാത്രം. അപ്പൊ വബത്തകും ഫളില്ല എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ ദാനം, പടച്ചോൻ വെറുതെ തരുന്ന കുറെ വസ്തുക്കളുണ്ട് നിങ്ങളെ മൈശത്ത്, അത് തേടിക്കോളി, തേടി അങ്ങ് കിട്ടുന്നു, അത് തെരഞ്ഞുകൂട്ടാ മതി, വെറുതെ ഓൻ തരുന്നു. അല്ലാണ്ട് പൊരയിലിരുന്നിട്ട് ദ്വാരുന്നാ പോലെ. അതാണ് തേടണം. തേടിയാ അങ്ങക്ക് ഇഷ്ടം പോലെ കിട്ടിക്കോളൂ. അള്ള വെറുതെ തരുന്ന ഉടനെ കയ്യും കാട്ടി അടിച്ച് എന്തുകൊണ്ട് വാങ്ങിക്കോളി എന്നാ പറഞ്ഞിരി. ഇവിടൊക്കെ പറഞ്ഞത് കണ്ടോ നിങ്ങൾ, ഫള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പടച്ചോൻ വെറുതെ തരും. അത് അപ്പോൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, പടച്ചോന്റെ അവകാശവാദം ഒട്ടൊക്കെ ശരിയാണോ എന്ന്. അംഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് വെറുതെ തരും, അതിൽ നിന്ന് ചെലവഴിക്കുവിൻ എന്ന് പറഞ്ഞതിൽ കുറേശ്ശൊക്കെ ശരിയുണ്ട് ഇല്ലേ? എന്നാ അത് തന്നെയാണ് പടച്ചോൻ നമസ്കരിക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞത്. നമസ്കരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് പറഞ്ഞത് ഈ പദമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് ചെലവഴിക്കുക. വെറുതെ തന്നതാണ്, നിങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നതാണ്, അത്താൽ വെറും ദാനമായി തന്നതാണ്, അതുകൊണ്ട് അതിന് നിങ്ങൾ കുറച്ച് ചെലവഴിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. ഇതിനെ എതിർത്തത് ലോകത്ത് ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ്. അത് ചരിത്രം പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. ഖുർആനിൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന ഇതിനെ എതിർത്ത ആള്, അയാളോട് ജനം പറഞ്ഞു അസ്സിൻ കമാ അസ്സനല്ലാഹു ഇലൈക. ഖാറൂനെ പടച്ചോൻ നിനക്ക് ഒരുപാട് നന്മ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നിന്റെ മേലെയുള്ള പടച്ചവൻ താഴെയുള്ള നിനക്ക് ഒരുപാട് നന്മ ചെയ്തു തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ താഴെയുള്ള കുറെ മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഇതുപോലെ നന്മ ചെയ്യ്. അല്ലേ, നിന്റെ മേലെയുള്ളവൻ നിനക്ക് നന്മ ചെയ്തു, നീ നിന്റെ താഴെയുള്ളവർക്ക് നന്മ ചെയ്യ്. എങ്കിൽ നിനക്ക് പടച്ചവനോട് ഇനി ചോദിക്കാം, പടച്ചവനെ മേലുള്ളവനായ നീ എനിക്ക് ഒരുപാട് തന്നപ്പോ നിന്റെ താഴെയുള്ളവന് ഞാൻ കൊടുത്തു പടച്ചവനെ, അതുകൊണ്ട് എനിക്കും ഇനിയും താ എന്ന് പറയാം. അതിൽ അർത്ഥമുണ്ട്, ന്യായമുണ്ട്. അപ്പോ അതൊരു നേർക്കുനേരെ പറയാവുന്ന ന്യായമായതുകൊണ്ട് ജനം എല്ലാവരും അങ്ങനെ വെക്കും. എന്ന് പറഞ്ഞാൽ ഖാറൂന് ഒരുപാട് പടച്ചോൻ വെറുതെ കൊടുത്തിട്ടായി നമുക്കും തരണം. അതിന് ഖാറൂൻ കഴുത്തിനാ പിടിച്ച് ഹൽക്കന് പടച്ചോൻ തന്നതോ. ആഹാ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഇത് എന്റെ കഴിവുകൊണ്ട് ഞാൻ ആർജിച്ച് മാത്രം. ഇന്നമ എന്ന് പറഞ്ഞാൽ അത് മാത്രം. ഇത് ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തത് മാത്രമല്ല, പടച്ചോൻ തന്നതോ. ആ അവകാശം വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് താഴെയുള്ളവർക്ക് കൊടുക്കണം തന്നെ. എന്നാലേ ഇത് അങ്ങനെ വെറുതെ കിട്ടിയല്ല, എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാ എന്ന്. അതുപോലെ നമുക്കും ചിലപ്പോ പറയാൻ തോന്നാറില്ലേ, ഇത് എന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എന്റെ രക്തമാണ്, രക്തത്തിന്റെ അംശമാണിത്, ഒക്കെ ശരി, ഹലാലാണ്, എല്ലാം റെഡിയാണ്, പക്ഷെ നിങ്ങൾ എന്നെ തിന്ന് തീർത്തോ എന്നല്ല പറയും. وفي أموالهم حق معلوم للسائل والمحروم. ഖുർആനിൽ പറയുന്നത് ഉഫി അംവാലിഹിം, മുഅ്മിനുകളുടെ സ്വത്ത്. അവരെന്ന് പറയുന്നത് മുഅ്മിനുകളാണ്, നല്ലവര്. ആ നല്ല മുഅ്മിനുകളുടെ പണത്തിൽ ഒരവകാശമുണ്ട്. ഹക്കും മഅലൂം, നിർണിതമായ ഒരവകാശം, നേരത്തെ തന്നെ പറഞ്ഞു വെച്ച, നിശ്ചയിച്ചു വെച്ച ഒരവകാശമുണ്ട്. ആർക്ക്? ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവൻ തന്നെ ആവശ്യമുള്ളവൻ. ചോദിച്ചു വരുന്നവൻ തന്നെ ആവശ്യമുള്ളവൻ. അപ്പൊ ആവശ്യമുള്ളവന് ഒരു ഓഹരിയുണ്ട്. വൽ മഹ്റൂം, ജീവിത മഴീശത്ത് തടയപ്പെട്ടവനുണ്ട്. അതാണ് മഹ്റൂം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ ശേഷിയില്ല, സ്വന്തമായി വാപ്പ സമ്പാദിച്ചു വെച്ച സ്വത്ത് കിട്ടിയിട്ടില്ല, പിന്നെ അങ്ങനെ ഒന്നും നേടാനില്ല, പട്ടിണിയായിട്ട് കഴിഞ്ഞുകൂടുക. അവൻ ജീവിതം തടയപ്പെട്ടവൻ, മഴീശത്ത് തടയപ്പെട്ടവൻ, അവനാണ് മഹ്റൂം എന്ന് പറയുന്നത്. ഒരു പക്ഷേ രോഗിയായിരിക്കും, കുടുംബത്തില്
അവൻ കുടുംബത്തിലെ അധ്വാനിക്കുന്ന മെമ്പറായിരിക്കും, ഓന് രോഗിയുമായിരിക്കും. അങ്ങനെ കാരണം പലതായിരുന്നാലും അവൻ മഈശത്തിൽ നിന്ന് തടയപ്പെട്ടവൻ. അതാണ് മഹ്റൂം എന്ന് പറയുന്നത്. അപ്പൊ ലിസ്സായിലി വൽ മഹ്റൂം, ആവശ്യമുള്ളവനും മഈശത്ത് തടയപ്പെട്ടവനും മുഅ്മിനീങ്ങളുടെ സ്വത്തിൽ ഒരവകാശമുണ്ട് എന്ന്. ഹക്കും മഅലൂം, നിർണിതമായ ഒരവകാശം അവർക്കുണ്ട്. നിങ്ങളുടെ ദാക്ഷിണ്യം എന്നല്ല, പണമുണ്ടാക്കിയ പണക്കാരാ അല്ലെങ്കിൽ ധനിക, നിന്റെ സ്വത്തിൽ നിന്ന് നീ ദാക്ഷിണ്യമായി കൊടുക്കുക എന്നല്ല, നിന്റെ ഔദാര്യമായി കൊടുക്കുക എന്നല്ല, നീ ധർമ്മമായി കൊടുക്കുക എന്നല്ല, അവന്റെ അവകാശം അങ്ങോട്ട് കൊടുക്കുക. ഞാൻ ഓതി വെച്ച ആയത്തിന്റെയും പദം അത് തന്നെയാണ്. ആത്തി ദൽ ഖുർബ ഹഖഹു, അടുത്ത ബന്ധത്തിലുള്ളവന് അവന്റെ അവകാശം അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുക്കുന്നു. ആത്തി ദൽ ഖുർബ ഹഖഹു, നിന്റെ കുടുംബത്തിലുള്ളവരുണ്ട്, അടുത്ത ആള്, ജ്യേഷ്ഠന് അനുജന്, ജ്യേഷ്ഠന്റെ മക്കള്, അനുജന്റെ മക്കള്, പെങ്ങള്, പെങ്ങളുടെ മക്കള്, അമ്മാമന്, അതുപോലത്തെ അമ്മായി, അങ്ങനെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. അതൊക്കെയാണ് അടുത്ത കുടുംബക്കാരെന്നത്. ആത്തി ദൽ ഖുർബ ഹഖഹു, ഓന്റെ അവകാശമായിട്ട് കൊടുക്കുന്നു. ആരോടാ പറഞ്ഞത്? മുസ്ലിങ്ങളോട്. ഓന്റെ അവകാശമായിട്ട് കൊടുക്കണം. എന്നാണ് എന്റെ കയ്യിലില്ലാതെ തൽക്കാലം കൊടുക്കാനില്ല. അതാണ് ഫഇമ്മാ തുരിറന്നൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക തുർജൂഹ, നീ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിച്ച് ആ വഴിക്ക് പോവാണ്. ഒന്നുകിൽ ബാംഗ്ലൂരേക്ക് പോവാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് മൈസൂരേക്ക് പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് ഉണ്ട് മദ്രാസിൽ അവിടേക്ക് പോവാണ്, അല്ലെ അജാവൂരിലുണ്ട് അവിടേക്ക് പോവാ, അല്ലെ ട്രിച്ചിയിലുണ്ട് അവിടെ പോവാ, അല്ലെ ബോംബെയിലുണ്ട് അവിടെ പോവാ, അല്ലെങ്കിൽ ഗൾഫിലുണ്ട് അവിടെ പോവാണ്. വഖുല്ലഹു ഖൗലൻ മൈസൂറാൻ. ഇതെന്തെങ്കിലും തേടിപ്പോകുമ്പോ, എന്തെങ്കിലും മഈശത്ത് തേടിപ്പോകുമ്പോ ഈ ആൾക്കാരോട്, ഈ ആവശ്യപ്പെട്ട ആൾക്കാരോട് വളരെ യുസറുള്ള വർത്താനം പറഞ്ഞു പോകണം. യുസർ നല്ല എളുപ്പം. നിങ്ങളെ പറഞ്ഞേ എനിക്ക് മനസ്സിലായി, നിർബന്ധ ആവശ്യം തന്നെയാണ്. ഞാനത് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ ഉടനെ എത്തിച്ചേരും. ഞാൻ ആജാതി ഒന്നിന് തേടിപ്പോവുക, അവിടെ പോയാൽ ഇന്നതും ഒക്കെ കിട്ടും ഇത്ര കാലം കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തരാം, അല്ലെ എത്തിച്ചു തരാം, അല്ലെ ഞാൻ അന്ന് വരും, അന്ന് ഞാൻ നിങ്ങളെ പ്രശ്നം പരിഹരിക്കാം എന്ന് അവരോട് യുസർ, അവർക്ക് പ്രശ്നത്തിന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. എന്റെ കയ്യിൽ അരക്കാശും ഇല്ലാത്തപ്പോ ഓൻ വന്നിട്ടൊരു ചോദ്യം, ഞാൻ തന്നെ അവിടെ കടം വാങ്ങാണ്, അതിനിടയിലാ ഓന്റെ വക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ജാതി വർത്താനവും പറഞ്ഞിട്ടല്ല പോകേണ്ടതാണ്. നേരെ മറിച്ച് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അള്ളാനോട് ചോദിക്കുന്നില്ലേ? അല്ലെ? 5 നേരവും പിന്നെ അതിന്റെ പുറമെ നിക്കരിച്ചിരുന്നിട്ട് പഠിച്ചോനെ നിക്കാരത്തിലും വർസുഖനി 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 വഹുദിനി വഹുദിനി വാഫിനി, എന്നിട്ട് പിന്നെയും വർസുഖനി വഹുദിനി വഹുദിനി വാഫിനി. ഇത് പറയുന്നില്ലേ പഠിച്ചവനോട്? തരണം തരണം തരണം. അതുപോലെ എന്താ നിങ്ങളെ താഴുള്ളവർ നിങ്ങളോട് ചോദിച്ചൂടെ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ മേലുള്ളവനോട് ചോദിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ താഴെ ഉള്ളവന് നിങ്ങളോട് ചോദിച്ചുകൂടാ? ചോദിക്കാം. അത് ചോദിക്കുന്നു, അതിന് ദേഷ്യം പിടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ എത്ര ദേഷ്യം പിടിക്കണം? എല്ലാരും ചോദിക്കുന്നു, കോടാനക്കോടി മനുഷ്യന്മാർ, ഉള്ളവനും ചോദിക്കുന്നു, ഇല്ലാത്തവനും ചോദിക്കുന്നു, പൂത്ത പണം പെട്ടിയിലുള്ളവനും ചോദിക്കുന്നു, വർസുക്കനി 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 എന്ന് ചോദിക്കുന്നു. ഒരറ്റ കാശ് കിട്ടിയാൽ ഒരറ്റ മനുഷ്യന് കൊടുക്കാത്ത ഭൂതത്താന് നിധി കിട്ടിയ പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഓനും ചോദിക്കുന്നു, പടച്ചോനെ തരണേ തരണേ തരണേ. കയ്യിൽ കിട്ടിയതൊക്കെ ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കുന്നവനും ചോദിക്കുന്നു, പടച്ചോനെ ഇനിയും തരണേ, ഇനിയും കൊടുക്കണം അവൻ ചോദിക്കുന്നു. അങ്ങനെ കിട്ടിയത് ഇട്ടിച്ച് തെള്ളിയിട്ട് പടച്ചോൻ പറഞ്ഞേനും പറയാത്തേനും ഇങ്ങനെ ഒന്നിനും അല്ലാതെ വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് തള്ളിയിട്ട് ഓനും ചോദിക്കുന്നു, പടച്ചോനെ കിട്ടിയത് തീർന്ന് ഞാൻ ഇടിച്ചു തള്ളി, അതുകൊണ്ട് ഇനിയും താ എന്ന് പറയുന്നു. ഈ എല്ലാ ജാതിയും അല്ലേ ഒക്കെ പടച്ചോനോട് അറിയും. പിന്നെ ഒരാവശ്യമുള്ളവന് നമ്മളോട് ചോദിച്ചൂടെ? നമ്മളെ കുടുംബത്തിലുള്ളവർത്താൻ ഒരിത്തിരി എന്താണ് ഒത്തിരി വളർന്നു കാണുന്ന, ഇത്തിരി തഴപ്പുള്ള, ഇത്തിരി പച്ചത്തെഴുപ്പുള്ള നമ്മളെ കാണുമ്പോ അതില്ലാത്ത ഉണങ്ങിയ കുറെ മനുഷ്യന്മാരില്ലേ നമ്മളെ താഴെ നമ്മളെ കുടുംബത്തില്? അവർക്കെന്താ നമ്മളോട് ചോദിച്ചുകൂടെ? ചോദിക്കാമല്ലോ. കണ്ടിട്ടാണല്ലോ ചോദിക്കുന്നത്, മനസ്സിലാക്കിയിട്ടാണല്ലോ ചോദിക്കുന്നത്. ദേഷ്യം പിടിക്കണം പാടില്ല, നിരാശപ്പെടുത്തണോ പാടില്ല. മറിച്ച് ഖൗലും മൈസൂർ പറയണം. അവർക്ക് ഏറ്റവും മനസ്സിന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന വർത്തമാനം പറയണം. നിങ്ങൾ പോവുകയാണെങ്കിൽ
അല്ലെങ്കിലോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിലോ ആത്തി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബന സബീലി. ഇങ്ങനെ അടുത്ത കുടുംബക്കാരന് മാത്രമല്ലട്ടോ അവകാശമുള്ളത്, മിസ്കീന് പാവപ്പെട്ടവന് അവകാശമുണ്ട്. ആര് സ്വത്തിൽ? ഓനുണ്ടാക്കിയ സ്വത്തിൽ എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്തിൽ നിന്ന്. നിങ്ങൾ ആരോടെങ്കിലും കവർന്നുണ്ടാക്കിയ സ്വത്തിൽ എന്നാ പറയുന്നത് അല്ല, പിടിച്ചേർച്ച് ഉണ്ടാക്കിയെന്നാ പറയുന്നത് അല്ല, പിന്നെന്താ നിങ്ങൾക്ക് ലാഭം ഒരുപാട് കിട്ടുമ്പോ എന്നാ പറയുന്നത് അല്ല. അതൊന്നും അല്ല പറയുന്നത്. ഇപ്പഴാ പറയുന്നത് അറിയോ? ഇതൊക്കെ നിങ്ങൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഹലാലായ മാർഗത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത്. അതിനെപ്പറ്റിയാ പറയുന്നത്. മുഅ്മിനുകളോടാ പറയുന്നത്. മുഅ്മിനുകൾ ഉണ്ടാക്കിയ സ്വത്തിൽ ആത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി. പോരാ, വേറെ ആണെന്നോ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ വഴി പോകുന്നവനും കൊടുക്കണം. ഓൻ നാട്ടുകാരനും അല്ല, ഓൻ നിങ്ങളെ കുടുംബക്കാരനും അല്ല, ഒന്നും അല്ല. ഓൻ നാട്ടിൽ വന്ന് കുടുങ്ങിയിരിക്കുന്നു, ഓൻ അന്യ നാട്ടുകാരനാണ്. ഓൻ കുടുങ്ങിയ ഓനും കൊടുക്കണം. നോക്കി നിങ്ങള് അതൊക്കെ പറയുമ്പോ അവകാശം എന്നാ പറയുന്നത്. ആത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി. അതിനെന്ത് വേണം? വലാ തുബദിർ തബ്ദീറാണ്. പലരും അർത്ഥം പറയുന്നത് കൊടുത്തു വൽക്കരുത്. അങ്ങനെയല്ല, തിന്നു വൽക്കരുത് എന്നോ ഇതിന്റെ അർത്ഥം തന്നെ. തൊലച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ കഴിയൂല, ഉറപ്പാണല്ലോ. വലാ തുബദിർ തബ്ദീറ. ഉള്ളത് മുഴുവനും ഉപയോഗിച്ച് മുടിച്ചു കളഞ്ഞാൽ കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് ചെലവഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ഭക്ഷണമായാലും വസ്ത്രമായാലും സൂക്ഷിക്കാറുണ്ടോ? കോഴിക്കോട്ടുകാരോട് തന്നെ നെഞ്ചിൽ തട്ടിയുള്ള ഒരു ചോദ്യം നിങ്ങൾ പറ. സൂക്ഷിക്കാറുണ്ടോ? നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ടോ? സൂക്ഷിക്കാറുണ്ടോ? ഡ്രസ്സ് വാങ്ങുന്നതിൽ സൂക്ഷിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? ഇതില്ലാത്തവൻ ഒരുപാട് ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കാറുണ്ടോ? ദിവസം 3-4 നേരം എല്ലാ വിഭവങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ അത് ഈ തബ്ദീർ അല്ല എന്ന് വിചാരിക്കാറുണ്ടോ? ഇത്രയും കഴിക്കാത്തവൻ ഇവിടെ ഉണ്ട്, ഇതൊന്നും എത്തിയിട്ടില്ലാത്തവൻ ഇവിടെ ഉണ്ട്, പട്ടിണി മര്യാദയ്ക്ക് മാറിയിട്ട് ഇല്ലാത്തവൻ ഇവിടെ ഉണ്ട്. ഓന് കൊടുക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റൂ, ഇതിലേശം കുറച്ചാൽ മതി, ഓന് കൊടുക്കാം. ഇവിടെ തബ്ദീർ അടച്ചാൽ ഓന് കൊടുക്കാൻ കഴിയൂല. കൊടുത്തു തൊലക്കരുത് എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ ഈ അർത്ഥം കിട്ടൂല. പടച്ചോൻ പറഞ്ഞ അർത്ഥം കിട്ടൂല. പടച്ചോൻ പറഞ്ഞത് കൊടുക്കുമ്പോൾ മാത്രം തൊലക്കരുത് അല്ല, വലാത്തു ബദീർ തബ്ദീറാണ്, തൊലക്കന്നെ ചെയ്യരുത് എന്നാ. അത് സ്വന്തം ഭക്ഷണം കഴിക്കാൻ ഹലാലായതല്ലേ, ഇത് എനിക്ക് ഇത്രയും കഴിച്ചൂടെ? ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വതയ്യിബാതി മിനത് തആം എന്നൊക്കെ പറഞ്ഞിട്ട് മിന റിസ്ക് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ആയത്ത് പോരാ. പടച്ചോൻ പറഞ്ഞില്ലേ നല്ല വസ്ത്രം നല്ല ഭക്ഷണം ഇതൊക്കെ കഴിക്കുന്ന ആരാ ഹറാമാക്കണത്? ഇല്ല, ആരും ഹറാമാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അനാവശ്യം പാടില്ല, തബ്ദീർ പാടില്ല. തബ്ദീർ ഉണ്ടായാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവന് കൊടുക്കാൻ കഴിയൂല. ആവശ്യമുള്ളവൻ ഓന്റെ കടമ, ഓന്റെ ഹക്കാണ്, അവകാശമാണ്, അത് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കണം. നിങ്ങളെ ഭക്ഷണം നിയന്ത്രിക്കണം, നിങ്ങളെ വസ്ത്രം നിയന്ത്രിക്കണം, എല്ലാം നിയന്ത്രിക്കണം. പക്ഷെ നിയന്ത്രിക്കാറുണ്ടോ? ഒരു കൊല്ലം റമദാനും പെരുന്നാളും ഒരു പടക്കം പൊട്ടണ കാശുണ്ടാച്ചാൽ പോരെ കൂട്ടരെ ഒരു 10 കുടുംബത്തെ രക്ഷിക്കാൻ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പടക്കം പൊട്ടണത് എന്തിനാ പടക്കം പൊട്ടണത്? ഒരാവശ്യത്തിനുമല്ല, ഒന്നിനുമല്ല, യാതൊന്നിനുമല്ല. ഒരു ഗുണം അതുകൊണ്ടില്ല. ഉണ്ടെങ്കിൽ ദോഷയേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. ഇനി ഒരു മതത്തിന്റെ ചടങ്ങ് പോലും അല്ല, സന്തോഷത്തിന്റെ ഒരേർപ്പാടും അല്ല, യാതൊന്നുമല്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ വെറുതെ തോന്നൽ, അല്ലാതെ ഒന്നുമില്ല. അതിനുവേണ്ടി തുലക്കുന്ന പണം മാത്രം എടുത്തു വെച്ചാൽ എത്ര ഉണ്ടാവും? കേരളത്തിൽ മുസ്ലിങ്ങൾ അതിനു വേണ്ടി അതെന്തിനാ? മറ്റവനോട് ഒപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്, വേറൊരുത്തനോട് ഒപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അതിനു വേണ്ടിയാണ് തുലക്കുന്നത്. ഇനി ഭക്ഷണത്തിൽ തോൽക്കണ് ഞാൻ പറയുന്നില്ല, ഡ്രസ്സിലോ. പിന്നെ നിങ്ങളോട് ചെറിയൊരു അഭ്യർത്ഥന, പൊരയിൽ ഉപയോഗിക്കാത്ത വെച്ച പാൻസ്, ജീൻസ്, ഷർട്ട്, ടീഷർട്ട്, സാധാരണ ഷർട്ട് ഇതൊക്കെ ഇങ്ങനെ നിറം ചേരാത്തത് കൊണ്ടോ അതോ ആരെങ്കിലും 4 ആള് ഇങ്ങനെ ഉപയോഗിച്ചപ്പോ ഇത് നിനക്ക് ചേരൂല എന്ന് പറഞ്ഞത് കൊണ്ടോ അങ്ങനെ പെണ്ണുങ്ങളുടെ സാരി മുതൽക്ക് എല്ലാ ഡ്രസ്സും വീട്ടിൽ വെറുതെ ടച്ച് 5-6 കൊല്ലായിട്ട് ഇങ്ങനെ അവിടെ കിടക്കണേ, അത് എനിക്കുണ്ടോ? തരുമോ? നിങ്ങളെ വീട്ടിലുള്ളതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ച കുട്ടികളുടെയും ആണിന്റെയും പെണ്ണിന്റെയും ഡ്രസ്സുകളുണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണല്ലോ. കീറിയിട്ട് ഡ്രസ്സ് ഒഴിവാക്കാവുന്ന സ്വഭാവം തന്നെ അടുത്ത ഒരു 10-15 കൊല്ലായില്ല, കീറില്ല ആർക്കും. കാരണം അതിന്റെ അടുക്ക് അത് ഒഴിവാക്കും, ഒന്നുകിൽ ആ ഫാഷൻ കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചുകാലം ഉപയോഗിച്ച് അതിനോട് ഒരു ജാതി മരവിപ്പുണ്ടായത് എന്നു തന്നെ എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച പാൻസ് ഉണ്ടാവും, ഷർട്ട് ഉണ്ടാവും, അതുണ്ടാവും, എല്ലാ ഐറ്റവും ഉണ്ടാവും. കുറച്ച് എനിക്കുണ്ട് തരുവങ്ങൾ. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതൊരെണ്ണം കിട്ടിയാൽ രാജകുമാരനെ പോലെ വിലസുന്ന ആൾക്കാരുണ്ട്.
അത് വിട്ടിട്ട്. കാരണം ഓരോ ജീവിതത്തിൽ ആ ജാതി ഒരു കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളെ വീട്ടിൽ എത്ര എണ്ണുണ്ട്, എത്ര ഉണ്ട് ഡ്രസ്സ്? ഒരു മനുഷ്യന് ഒരു കൂട്ടത്തിൽ കാണുന്ന ഒരു ആവറേജ് ആണിന് വീട്ടിൽ എത്ര ഡ്രസ്സ് ഉണ്ട്? 30 മുതൽ ഒതുങ്ങുമോ? 30 എണ്ണത്തുമേൽ ഒതുങ്ങുമോ? അതോ 40 എണ്ണത്തുമേൽ ഒതുങ്ങുമോ? ഒതുങ്ങും തോന്നുന്നുണ്ടോ? അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ലേ വീട്ടിൽ? ഒരു പെണ്ണിന് എത്ര സാരി ഉണ്ടാവും? ബൂട്ടുകൾ 1000, 1800 ഉറുപ്പ്യ വരെയുള്ള ബൂട്ടുകൾ ഈ ചെറിയ കുട്ടികൾക്ക് എത്ര എണ്ണം വാങ്ങി അതിലെങ്ങനെ ഇല ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണുണ്ടാവും പൊരയില്. ആ കട്ടലിലോട്ടിലും ഇതിന്റെ മുകളിലും അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കാതെ അഴട്ടേച്ച് എത്ര. കാരണം ഇതൊക്കെ ഫാഷൻ നഷ്ടപ്പെട്ടു പോയിട്ട്. ഇങ്ങനെ നിങ്ങൾ തൊലച്ചാൽ ആർക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനൊരു ബൂട്ട് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയോ? ആർക്കാ കഴിയോ? എനിക്ക് കഴിയോ? നിങ്ങൾക്ക് കഴിയോ? ആർക്കും കഴിയൂല. അതുകൊണ്ടാ പറച്ചോൻ പറഞ്ഞത് അവരുടെ അവകാശം അവർക്ക് കൊടുക്കണം. അതിന് നിങ്ങൾ തൊലക്കരുത് ഇവിടെയെന്ന്. വലാ തുബദ്ദിർ തബ്ദീറ എന്നിട്ട് പറഞ്ഞു ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ശൈത്താന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. ഇങ്ങനെ തൊലച്ചാൽ ഇവരുടെ ഒന്നും അവകാശം കൊടുക്കാൻ കഴിയൂല. നിങ്ങളെ കയ്യിലുണ്ടാവൂലാന്ന്. തിന്നാന്ന് മനുഷ്യൻ 5 നേരം വേണ്ടതാ. 3 നേരം മെയിനായിട്ട്, പിന്നെ 2 നേരം ലൈറ്റായിട്ടും. ആ 5 നേരം വേണ്ടതാ തീറ്റി. ഇതിലെങ്ങാനും തൊലക്കാൻ തുടങ്ങിയാൽ 5 തൊലക്കൽ ഒരു ദിവസ ചില്ലറല്ല. ഡ്രസ്സ് വാങ്ങുന്നത് പിന്നെ ഏറി വന്നാൽ 3 മാസം കൂടുമ്പോ ഒന്നേ ഉള്ളൂ എന്നൊക്കെ. അത് പിന്നെ ഒരാശ്വാസമുണ്ട്. ഇത് ദിവസം 5 നേരാ. ഇതൊന്നും തൊലക്കരുത്. ഇത് തൊലച്ചാൽ ഒന്നുമില്ല, വെറുതെ അത് കൊപ്പിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഒരു ചെറിയ തമാശ തോന്നലുണ്ട്. നല്ല ചെമ്മീൻ ബിരിയാണി വളരെ ഉഷാറായിട്ടാക്കി അത് തിന്നാൽ കുറച്ചു നേരം കൊപ്പിളിക്കാതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നാമ കൂടെ ഒക്കെ ആ രസം ഇങ്ങനെ നിൽക്കണ്ടേ. അല്ലാണ്ട് കൊപ്പിളിച്ച് കഴിഞ്ഞ് ഇത്തിരി പുഡിങ്ങും കഴിച്ചാൽ പിന്നെ അതിനെന്ത് ടേസ്റ്റാണ്. ഇത് കൊപ്പിളിച്ച് കഴിഞ്ഞ് ഇത്തിരി പുഡിങ്ങും കഴിച്ചാൽ പിന്നെ മധുരല്ല കൂടരായി. ബിരിയാണിയിൽ വെച്ച മല്ലും അതിന്റെ മസാലയും എന്ത് കുന്താ പിന്നെ ചെയ്യുന്നത്? വയറ്റുന്ന രുചി അറിയോ? അവളോടി കഴിഞ്ഞില്ലേ? അതിന് അതുവരെയൊക്കെ തൊലച്ച് ദേശം തമാശയും വരും. ചിന്തിച്ചു നോക്കിയാൽ എന്താ നമ്മൾ ഈ ഏർപ്പാട് ചെയ്യുന്നത്? കേരളക്കാരൻ ചെയ്യുന്ന ഈ ഏർപ്പാട് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ തൊലക്കൽ, തിന്ന് തൊലക്ക, പൊരണ്ടാക്കി കുടിയോർ എത്ര ആൾക്കാരുണ്ട്? പൊരപ്പൊണ്ണൻ. മലബാർ മുസ്ലിങ്ങളെ പറ്റി തിരുവിതാംകൂറുകാർ പറയുന്ന പദമാണ് പൊരപ്പൊണ്ണൻ. എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് 10 മുക്കാല് വരുമാനം കിട്ടിയിരുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുത്ത് എന്നിട്ട് ഒരു പൊര ഉണ്ടാക്കിയിട്ട് എത്ര റുപ്യക്ക്? ഒരു 15,000 റുപ്യ, അല്ല ഒരു 15 ലക്ഷം. എന്ത് 15 ലക്ഷം? ഇവിടെ 1.5 കോടി, 2 കോടി, 3 കോടി മേൽക്ക് അപ്പം നീക്കം. 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് 960കളിലാണ്. ഇപ്പൊ ഒരു 60 ലക്ഷം 70 ലക്ഷം അങ്ങനെയാണ് പോയിട്ട് 1 കോടി അതിമേൽക്കാ നീങ്ങണ്. എന്നിട്ടോ 10 ലക്ഷത്തിന് ഒരു പൊര ഉണ്ടാക്കിയാൽ 1 ലക്ഷം അവിടെ ചെലവ് ചെയ്യണം കൊല്ലത്തിൽ. ഒരു കൊല്ലം 1 ലക്ഷം അതിമേൽക്ക് പെയിന്റിങ് ഒതുകയിലാണ് ചെലവ് ചെയ്യണം. 1 കോടിക്ക് ഒരു പൊര ഉണ്ടാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 ലക്ഷം അതിമേൽ ചെലവ് ചെയ്യണം. എന്നാലേ ഒരു പൊര ഒരക്കുള്ളൂ. അങ്ങനെ അങ്ങോട്ട് ചെലവ് ചെയ്യാം. ഇതേ ഈ കാണുന്ന ഈ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും 10 മുക്കാല് വരുമാനം കിട്ടിയിരുന്നൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ പൊര ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിമേൽക്ക് അങ്ങോട്ട് തൊലക്കുക. ഓൻ പൊരപ്പൊണ്ണൻ എന്നല്ലാതെ ഓനെ പറ്റി എന്തു പറയാൻ? ഇനി ഞാൻ ആരോ വാങ്ങുമോ? ഇപ്പൊ വിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. 1 കോടിക്കൊക്കെ പൊരണ്ടാക്കിയ ആൾക്കാർക്ക് അത് വിൽക്കണമെന്നൊരു ബോധ്യമുണ്ട്. ആരാ എടുക്കുക? അതിന് മാത്രം വൈറ്റ് മണി ആരെ കയ്യിലുണ്ട്? വൈറ്റ് കിട്ടണമല്ലോ ഇത് കച്ചവടം ചെയ്യണമെങ്കിൽ. വൈറ്റ് കയ്യിൽ ഒതുങ്ങാവുന്ന, കൈവിരലിൽ ഒതുങ്ങാവുന്ന, ഈ വിരലിൽ ഒതുങ്ങാവുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. വൈറ്റ് അത്ര ഉള്ളവര് കൂട്ടരെ ഓല് ഇതിന് ഈ വരാന്ന് എടുക്കോ? ബാർഗെയിൻ ചെയ്യാൻ കോഴിക്കോട്ടാകെ 10 ആൾക്കാരാണ് നിൽക്കുക. ഒരാളുകൊണ്ട് കൊണ്ട് കണ്ണിയും പോലെ 50 പറഞ്ഞോ എന്ന് ഒരുത്തം പറയൂ, 60 കച്ചവടം ചെയ്തോ, അത് നമുക്ക് ഒപ്പിക്കാം എന്ന് പറയൂ. ഒരു മുങ്ങൂലേ? കാരണം എത്ര കുറച്ച് ആൾക്കാരെ ഇത് ബാർഗെയിൻ ചെയ്യാനുള്ളൂ. ഇപ്പൊ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങളും കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലരും കുടുങ്ങിയിട്ടുണ്ട്. പൊരപ്പണ്ണന്മാര് അങ്ങനെ പലരും കുടുങ്ങിയിട്ടുണ്ട്. പൊരപ്പണ്ണന്മാര് ഇതൊന്നും തെബീർ ചെയ്യരുത്. തെബീർ ചെയ്യാതിരുന്നാൽ വേറെ ആർക്കോ പൊരണ്ടാക്കി കൊടുക്കാം. ഇതെന്നാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ഓൽക്കൊക്കെ കുറെ അവകാശമുണ്ട്. അവിടെ ഒട്ടാളാന്ന് ആത്തിദൽ ഖുർബാ ഹഖഹു, അടുത്ത ബന്ധുവിനുണ്ട് അവകാശം. വൽ മിസ്കീന, പാവപ്പെട്ടവനുണ്ട്. ഒബന സബീലി, ഇനി നാട്ടുകാരനല്ല, ബന്ധുവല്ല, എങ്ങനോ ഇവിടെ വന്ന് പെട്ട് കുടിയോനാണ്, ഓനും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ഹലാലായ സ്വത്ത് തന്നെ അവകാശമുണ്ട്. അതൊക്കെ നിങ്ങൾ കൊടുക്കണം. കൊടുക്കാൻ എങ്ങനെ കഴിയാന്നറിയോ? വലാ തുബദ്ദിർ തബ്ദീറ. തൊലക്കരുത്, ഒന്നിനും തൊലക്കരുത്. ഹലാലായ വഴിയല്ലേ നോക്കൂ. ആ വഴി ഹലാലായ വഴിയിൽ അമിതത്വം കാണിക്കുമ്പോ ആ തബ്ദീർ കാണിയത്. മറ്റേ ഹറാമെന്നല്ല പറയുന്നത്.
തബ്ദീർ എന്ന് പറഞ്ഞാൽ ഹലാലായ വഴിയിൽ അമിതത്വം കാണിക്കുക, അതാണ് തബ്ദീർ. അല്ല ഹറാമായ വഴിക്ക് അങ്ങനെ ഹറാമ് തന്നെ പറയാം. ഇവിടെ വലാ തുബദ്ദിർ തബ്ദീറാന്നാ പറഞ്ഞത്. ഹറാമ് ചെയ്യരുത് എന്നല്ല, തൊലക്കരുത് എന്നാ. തൊലച്ചാ പോയി. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താന്റെ കൂട്ടാളികളാണ്. ശൈത്താനെ പറ്റി പറയേണ്ടതില്ലല്ലോ, പടച്ചവനോട് തിക്കാരി. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, ഇതിനർത്ഥം പൈസ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ പിടിച്ചു വെച്ച് കളയണമെന്നല്ല. ഏത് 10 ഉറുപ്പ്യ കയ്യിൽ കിട്ടിയാലേ 10 മുറുക്കി പിടിച്ചു ഇങ്ങനെ നിൽക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വലാ തബസുത്തുഹ കുല്ലൽ ബസ്തി, കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാകെ ഇങ്ങനെ ഉള്ള എടുത്താൽ തൊലച്ച അബൂദർ ഗിഫാരിയെ പോലെ എന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് രണ്ടും അല്ല. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബസുത്തുഹ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ. അങ്ങനെ ആകുമ്പോ നിന്നെ ആൾക്കാർ ആക്ഷേപിക്കും. ഇത് രണ്ടും ചെയ്താലും മാത്രമല്ല ഈ എന്നെ ഖേദത്തിലാവുന്ന, നീ ഖേദിക്കും എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാതെ പിശുക്കനായി ഇങ്ങനെ നിന്നിട്ട് അവസാനം ഒരു അറ്റാക്ക് എന്നാൽ, കാരണം ഇതൊക്കെ അനുഭവിച്ചിട്ട് വേണ്ടേ മരിക്കാൻ. അതിന് ഇവിടെ മരിക്കാൻ ഇവിടെ ആരോ സമ്മതം ചോദിച്ചുകൊണ്ട് കാത്തിക്ക, ദാ മരിച്ചോട്ടെ എന്റെ അത്യാവശ്യം തീർന്നുണ്ടോന്ന്, ദാ കിടക്കണ്, ദാ മരിക്കണ്, അത് തന്നെ അപ്പൊ ദാ പോണ, ദാ വിഗണ, ദാ മരിക്കണ, നീ എടുത്തും കൊണ്ടുവരുന്നു. അത്രയല്ലേ ഉള്ളൂ. അത് ഓരോരുത്തരും അത്രയേ ഉള്ളൂ. ദാ പോണ് എന്ന് പറയാ, കാറിലാ പോയത്, അതാ ആടതാ വീണിരുന്ന്, വീണ് എന്നിട്ടാ എന്നിട്ട് ഒന്നുമില്ല മരിച്ച്, എന്നിട്ട് എന്നാ കാറിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും, അക്കാറിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇതാരും സമ്മതം ചോദിക്കില്ല. അപ്പോഴാണ് ഖേദിക്കല്. ടച്ചോനെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഖേദിക്കും. അതാ ഫതഖുദ മലൂമൻ മഹ്സൂറൻ, ജനം ആക്ഷേപിക്കും. ഒന്ന് മോനോ പാറക്കല്ല് പോലെ, മനുഷ്യന്റെ പണവും പാറക്കല്ലും സമം. പൊട്ടിച്ചിട്ട് ഡയനാമിറ്റ് വെച്ച് പൊട്ടിച്ചിട്ട് ബോളറോ ജെല്ലിയോ ആക്കണം, അപ്പോഴേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പടച്ചോനെ അയ്മൽക്ക് ഡയനാമിറ്റും യേശൂല, അയ്മൽക്കൂട്ട് ഉളിയും യേശൂല, പിന്നെ ഡ്രില്ലറും യേശൂല, ഒന്നും ആട്ടെ യേശൂല. ആ ജാതി കുറച്ച് പൈസക്കാരുണ്ട്. അവരെ പറ്റി പറയല് ഭൂതത്താന് നിധി കിട്ടിയ പോലെയാണ്. ശരിയാണ്, ഈ ഭൂതത്താൻ തന്നെ ശൈത്താനാണ്. ശൈത്താന് പടച്ചോ ഖുർആൻ പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ഒരു ശൈത്താനുണ്ട്, ഓന് പൈസയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താനുണ്ട്, അവൻ പൈസയൊക്കെ ഉണ്ടാക്കും, ഓൻ അതിനെ അടയിരിക്കുകയും ചെയ്യും. അപ്പോ അവനാണ് ഈ ഭൂതത്താന് നിധി കിട്ടിയ മാതിരി എന്ന് പറയുന്നത്. മനുഷ്യനായ ശൈത്താന് പൈസ കിട്ടണം, ഓൻ അത് വെച്ചിരിക്കാം. മനുഷ്യൻ ഓൻ ആക്ഷേപിക്കും, ഓൻ ആക്ഷേപപാത്രമാകുക. അപ്പൊ തക്കുഴുത മലൂമൻ, അവൻ ആക്ഷേപപാത്രമാകും. പിന്നെ മഹ്സൂറാവും, ഓൻ തന്നെ ഖേദിക്കേണ്ടി വരും. കാരണം ഇനി തിന്നാനും കഴിയൂല, ഉടുക്കാനും കഴിയൂല, ഇടാനും കഴിയൂല, അനുഭവിക്കാനും കഴിയൂല. ഇതുവരെ അതൊന്നും ചെയ്തുമില്ല, ഇനി എന്താ കാട്ടണെന്ന്. അതുകൊണ്ട് അത് ചെയ്യരുത്. പടച്ചോൻ പറഞ്ഞ് മനസ്സിലായങ്ങൾക്ക് തൊലക്കരുത്. എന്നാ ഇങ്ങനെ ഒന്നാകെ പിടിച്ചു വെച്ചിട്ട് 10 ഉറുപ്പിട്ടാൽ അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അവിടെ ഇരിക്കരുത്. ഒന്നാകെ അബൂദറിന്റെ മാതിരി ഒന്നാകെ കിട്ടിയാൽ അതാണ് തൊല. ആട് വാരിക്കോരി ആട് കൊടുത്തു കളിയാ. എന്നിട്ടോ പിറ്റേന്ന് ഹാ എന്ന് പറഞ്ഞ് കൂട്ടുവായി കൂട്ടി ഇരിക്കുക. അതും പാടില്ല, അതും പാടില്ല. പടച്ചോൻ മനുഷ്യന് ചെയ്യാൻ പറ്റിയതേ പറഞ്ഞു തരുന്നു. അതിനിടക്ക് ഓർമ്മിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞിടത്തോളം ഒക്കെ ഹക്കാണ്, അവകാശമാണ്. ചോദിക്കുന്നവന് ഒരവകാശം, മഴീഷത്ത് തടയപ്പെട്ടവന് ഒരവകാശം, സ്വന്തം കുടുംബത്തിലെ ആൾക്കാർക്ക് അവകാശം, മിസ്കീന് അവകാശം, സ്വന്തം കുടുംബത്തിലും അല്ല നാട്ടുകാരനും അല്ല വേറെ ഇടന്നോ തെണ്ടി വന്നവനാ, ഓരോ ഒരവകാശം. അവൻ വഴിയാത്രക്കാരനാണെങ്കിൽ ഇബ്നു സബീൽ, ഇവർക്കൊക്കെ അവകാശം കൊടുക്കണം. ഈ അവകാശം കൊടുക്കണമെന്നും ഇങ്ങനെ ഓരോരുത്തരും അവകാശം പറയുമ്പോ ഇജ്ജങ്ങനെ തന്നതാ എന്നല്ലേ ഇവന് ചോദിക്കാനുള്ളത് പടച്ചവനോട്. അതിനാദ്യം തന്നെ പടച്ചവൻ തന്നതാ പറഞ്ഞ അതാണ്, ഞാൻ തന്നതാണെന്ന്, ഞാൻ തന്നതാ അതാണ് ഇട്ടാളാന്ന്. പിന്നെ കൂടുതൽ വേറെ ഒന്ന് പറഞ്ഞോട്ടെ, പണം കുന്നുകൂടുമ്പോ മനുഷ്യന് പലതരം ചിന്തകളും വരും, പലതരം അറിവുകളും ഉണ്ടാവും. ആ അറിവുകളൊക്കെ ഉണ്ടാകുന്നതിൽ ഒരെണ്ണാണ് എന്ത് കടിങ്കൈ ചെയ്തു ഏത് തരത്തിലും പൈസ ഉണ്ടാക്കാം. എന്നിട്ട് പള്ളിയിൽ കൂടി വന്നിട്ട് ഒരുപാട് നിൽക്കരിക്കാം, സ്തോഫിറുല്ലാന്ന് പറയാ. എന്നിട്ട് പഠിച്ചവരോട് ദ്വാരക്ക, പഠിച്ചവനെ പുറത്തു തന്നെ, പഠിച്ചവനെ പുറത്തു തന്നെ. ഇങ്ങനെ പൊറപ്പിക്കാമെന്ന് ഊഹിക്കുന്ന കുറച്ച് പാവങ്ങളെ നമ്മുടെ കൂടുതലുണ്ട്. പണം എന്ത് ചെയ്തും നേടിയെടുക്കുക, എന്നിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് നിക്കരിക്കന്നെ, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാ പറയാ. ഇതുകൊണ്ട് പൊറപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്ന മൗഢ്യം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ ഇനി ലോകത്ത് ആർക്കാതില്ലാണ്ടിരിക്കാം. ഇസ്ലാമിലൊരു തത്വമുണ്ട്, പണത്തിന്റെ ഇടപാടാണോ അത് നയാ പൈസ ബാക്കിയില്ലാതെ അടം കൊടുത്താളാണ്. പണം വെട്ടിച്ചെടുത്താണോ തട്ടിച്ചെടുത്താണോ എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹിന്റെ കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമല്ല. നിസ്കാരത്തിന്റെ ദൈർഘ്യം കൊണ്ടും തഖ്വ കൊണ്ടും
പ്രാർത്ഥനയുടെ പിന്നെ എന്താണ് പിന്നെ തബത്തുൽ എന്ന് പറഞ്ഞാൽ പടച്ചോലിലേക്കാട്ട് ലയിച്ചു ചേർന്നുള്ള പ്രാർത്ഥന കൊണ്ടും അതുകൊണ്ടൊന്നും ഇത് പൊറുക്കുമെന്ന് വിചാരിക്കേണ്ട. 10 പൈസ ഒരുത്തൻ കൊടുക്കാണ്ട് 10 പൈസ ആദ്യം ഓനാട് കൊടുക്കുക. തട്ടിപ്പാർത്തിയുണ്ടെങ്കിൽ അതോനോട് പറഞ്ഞാൽ അതാട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്നിട്ട് ദ്വാരക്കി പടച്ചോനെ ഞങ്ങൾ ചെയ്തു പോയി പൊറുക്കണേന്ന്. ഇതൊന്നുമില്ലാതെ എല്ലാ തട്ടിപ്പും എല്ലാ വെട്ടിപ്പും നടത്തിയിട്ട് പള്ളിയിൽ നിക്കരിക്കണം ദ്വാരക്കന്നെ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് നപ്പ പൊറുപ്പിക്കാം എന്ന ബൗദ്ധ്യം ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിവെക്കുക. എന്നിട്ട് അതിങ്ങനെ തൊലക്കുക. അതാ ഭക്ഷണമായി, വസ്ത്രമായി, കാറായി, വീടായി, വീട് ഫർണിഷിംഗ് ആയി, അങ്ങനെ ലക്ഷങ്ങൾ തൊലക്കുക. പടച്ചോൻ അതിന്റെ ഇടയിൽ പടച്ചോന്റെ മുമ്പിൽ ഒരു വിഡിത്തം നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? പടച്ചോനത് നേർക്കേറെ പറഞ്ഞു, സ്വത്ത് സമ്പാദിക്കാൻ എന്തിനോട് ഏറ്റുമുട്ടാൻ കഴിവ് നിങ്ങൾക്ക് തന്നു, നാവ് സംസാരശേഷി നിങ്ങൾക്ക് തന്നു, കണ്ണ് തന്നു, ബുദ്ധി തന്നു. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ സ്വത്തുണ്ടാക്കും. എന്നിട്ടോ അത് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും. ചെലവഴിക്കും. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാൻ. ചെലവഴിക്ക മാത്രമല്ല, ഓനിങ്ങനെ പറയുകയും ചെയ്യുന്നു, ഞാനിങ്ങനെ കുറച്ച് പൈസയെല്ലാം കൊണ്ട് നേടി അതടുത്ത് ഒലച്ച് ഒരു പൊര ഉണ്ടാക്കിയിട്ട് ഞാൻ പോട്ടെ, ഏതായാലും നമ്മൾ ഉണ്ടാക്കി അതിനല്ലേ എന്നും പറയും. ശരിയല്ലേ? പഠിച്ചോൻ പറയുന്നത് ശരിയല്ലേ? നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 10-30 ലക്ഷം ഉണ്ടായിരുന്നു, ഞാനൊരു 15 ലക്ഷത്തിന്റെ പുറയും പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് കെടുത്തിയപ്പോ ആ എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞ്, പെണ്ണുങ്ങളൊന്ന് ഇങ്ങനെ പറഞ്ഞ്, കുട്ടികളൊന്ന് അങ്ങനെ പറഞ്ഞ്, അയൽവക്കക്കാരൊന്ന് ഇങ്ങനെ പറഞ്ഞ്, അതങ്ങനെ ആക്കാന്നല്ല, ഇത് ഇങ്ങനെ ആക്കാന്നല്ല. നിങ്ങൾക്ക് കേൾക്കണോ? അവസാനം 30-35 ഉറുപ്പിയായിരുന്നു. അത് തീരുമ്പോൾക്ക് 15 വിചാരിച്ചിരുന്നു. ഏതായിരുന്നാലും തൊലച്ച് ഞാൻ. അത് തൊലച്ച് എന്ന് ഖേദത്തോടു കൂടിയോ അതോ ഊറ്റത്തോടു കൂടിയോ പറയുന്നത്? ഖേദത്തോടു കൂടിയല്ല, ഊറ്റത്തോടു കൂടിയാണല്ലേ. അപ്പോൾ ചെലവഴിക്കാൻ കഴിയും. 15 ചെലവഴിക്കേണ്ടടുത്ത് 30 ചെലവഴിക്കാൻ കഴിയും. ഇനി സ്വന്തം മോളെ കെട്ടിച്ച ഒരു കണക്ക് വെച്ച് നോക്കാണ്ടി. അപ്പോഴും ഏതായിരുന്നാലും ഒരു മോളല്ലേ ഉള്ളൂ, അങ്ങോട്ട് ചെലവഴിക്കാച്ച്. അത് മോൻ അങ്ങനെ പറഞ്ഞ്, മറ്റേ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞ്, എന്റെ മറ്റേ ഓൻ ചെയ്തത് അങ്ങനെ ആയിരുന്നു, അങ്ങനെയെല്ലാം കൂടി എല്ലാരോടും കൂടി ആലോചിച്ചു ഇങ്ങനൊക്കെ വേണമെന്ന് തന്നെ. അവസാനം എത്രയെന്നറിയോ നിങ്ങള്? 8 ലക്ഷം ഉറുപ്പ്യ തൊലച്ചു ഞാനും. ഇപ്പൊ ഏതായിരുന്നാലും ഒരു കുട്ടിയല്ലേ ഉള്ളൂ, പോട്ടേന്ന് ഞാനും വെച്ച് എന്ന് പറയും. ഖേദത്തോടു കൂടിയല്ല, ഊറ്റത്തോടു കൂടിയാ. ഞാൻ അത്ര നേടി, ഞാൻ ഇത്ര ചെലവഴിച്ചു. ആ ഒരു വിഡിത്തം നമുക്ക് കുടുങ്ങി. പടച്ചോന്റെ മുമ്പിൽ നമ്മള് കാണിച്ചു കൊടുത്തു, പടച്ചോനെ എനിക്ക് ഹലാലായി തന്നെ ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെ ഞാൻ നേടിയെടുത്തിരിക്കുന്നത്, എനിക്കത് ചെലവഴിക്കാനും കഴിയും. അത് എന്നെ സന്തോഷത്തോടു കൂടി 4 പേർ കണ്ടിട്ടില്ലെങ്കിൽ 4 പേരെ കേൾപ്പിക്കും. ഞാൻ കേൾപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചെലവഴിക്കാനും ഞാൻ വളർന്നിരിക്കുന്നു, എനിക്ക് അതിനും കഴിയും എന്ന് നമ്മൾ സ്ഥാപിച്ചു പടച്ചോന്റെ മുമ്പിൽ. ഇനി പടച്ചോൻ പറയുന്നത് വഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബാന. എന്നാലേ ഒരു ലേശം ഒരു ഇടുങ്ങിയ വഴിയുള്ള ഒരു കുന്നുണ്ട് കേട്ടോ. ഏത്? ഇടുങ്ങിയ വഴിയില്ലാതെ പഞ്ചാരച്ചാക്കുമായി പോണ ഒരു കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ കയറി 30 ലക്ഷം 40 ലക്ഷം കിടക്കട്ടെ. ആ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ടാ പറയുന്നത് 30 ലക്ഷം ചെലവഴിച്ചു. അത് ഞാന് അങ്ങനെ അടുത്തൊലച്ചു എന്ന് വെച്ചോളൂ എന്ന് ആ കുന്നിന്റെ മുകളിൽ 30 ലക്ഷവും തൊലച്ച ശേഷാ പറയുന്നത്. ശരിയല്ലേ? അതേമാതിരി വലിയ കടമ്പകളുള്ള ഒരു കുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഫക്കു റക്കബാവു ഇത്റാമും ഫിയോമിൻ ദീമസ്ഖബ യതീമൻ ലാ മഖറബാവു മിസ്കീനൻ ലാ മതറബ സുമ കാന മിനല്ലദീന ആമനൂന എന്നെ പറയുന്നു. അത് അയൽവക്കത്തും ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ടാവും ചോർന്നൊരിക്കുന്ന പൊരയായിട്ട് കൂടിയോൻ, വീട്ടിൽ ചളി കയറിയിട്ട് മഴ ചെയ്താൽ ചളി കയറി നിൽക്കുന്നവൻ, പിന്നെ ആ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാനില്ലാത്തവൻ, ചെറിയ കുട്ടികൾക്ക് പോഷകാഹാര കുറവുകൊണ്ട് വയറിങ്ങനെ മൂടിങ്ങനെ പീന്നു പോയി, കയ്യും കാലും ഇങ്ങനെ കൊക്കി വളഞ്ഞ് ഈ കോലത്തിൽ നിൽക്കണ കുറെ എണ്ണം ഉണ്ടാവും. മൂക്കുന്നു ഒലിച്ച് അങ്ങനെ ഷർട്ടും മുണ്ടും ഇല്ലാഞ്ഞിട്ട് ഒരു ട്രൗസർ ഉണ്ടാവും ഇങ്ങനെ. എന്നിട്ട് ട്രൗസർ വള്ളി പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ തിരിച്ച് കെട്ടിവെച്ച അക്കോലത്തിൽ കുറെ എണ്ണം ഉണ്ടാവും. അതും ഉണ്ട്. ഇങ്ങനെ കുറെ മനുഷ്യന്മാർ അതിലെങ്ങനെ നടക്കണ്. ഇതികളൊക്കെ നമ്മളുടെ അയൽപക്കത്തുള്ളവരാണ്. നമ്മൾ കാണുന്ന വിശക്കുന്ന വയറാണ്, അല്ലെ കിട്ടിയാൽ തന്നെ എന്തെങ്കിലും കിട്ടുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഈ ജാതിക്ക് തൊലക്കുന്നു. അതിന് കുറച്ച് നമ്മൾ ചെലവഴിക്കണമെന്ന് പറയുമ്പോ, അല്ല മോനെ, ഇപ്പൊ ഒരു പൊരണ്ടാക്കിയപ്പോ 30 ലക്ഷം ചെലവഴിച്ചില്ലേ?
ഒരു 30,000 ചെലവഴിച്ചാലും ഓന്റെ അപ്പൊ ഓരോന്നും മഴ കൊള്ളാണ്ടാക്കയിട്ടോ. ഓന്റെ പെണ്ണുങ്ങള് പ്രസവിക്കാനാകാണ്, 2 അതിന്റെ അടുക്ക് അടക്കേണ്ട അതിന്റെ പുറമേ ഉണ്ട്. അതെല്ലാം കൂടി ആവുമ്പോ ഒരു ഇടങ്ങേറല്ലേ, ഒരു 30,000 ചെലവഴിച്ചാൽ അതൊന്നാട് ശരിയാക്കായിരുന്നു എന്ന് പറയുമ്പോ അബ്ബനിങ്ങനെ ചോനെ അല്ല 30,000 അല്ല ഞാൻ മാത്രമേ ഇവിടെ പൈസക്കാരനുള്ളൂ, വേറെ ആരും നാട്ടിൽ പൈസക്കാരും ഇല്ലേ എന്നാ ചോദിക്കുക. എന്നോട് എന്നെ 30,000 ചെലവഴിക്കാൻ പറയണ്. അത് ശരി, ഒരു കല്യാണത്തിന് 10,000 വന്നാ തിന്നു പോയത്. അപ്പൊ അവനത് ചോദിച്ചില്ലല്ലോ, 10,000 തീറ്റി കൊടുക്കാൻ എന്നോട് തന്നെ പറയണോ, വേറെ ആരും നാട്ടിലില്ലേ കല്യാണം കഴിക്കാൻ? അതോ ചോദിച്ചില്ല. ഇവിടെ വന്നപ്പോ പറയുന്നു അതെങ്ങനെ, അപ്പൊ വേറെ ആരും ഇവിടെ പൈസക്കാരില്ലേ, ഓ കാര്യം എന്നോട് എന്നെ പറയണോ ഇത്? ഇവന് വല്ലാത്ത കണ്ണീരിട്ടടക്കണ്, കിടങ്ങാറാണ്. അങ്ങനെയാണ് പടച്ചോൻ പറഞ്ഞു. ഇതാണ് നിങ്ങളെ അനുഭവം. പടച്ചോൻ ഇങ്ങോട്ട് അറിഞ്ഞുതരാ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും, ചെലവഴിക്കാനും കഴിയും. അത് സ്ഥാപിച്ചു, ചെയ്ത് കാണിച്ചു. ചെയ്തത് മാത്രമല്ല, അത് അന്തസ്സോടെ ഊറ്റത്തോടെ പറയുകയും ചെയ്തു. എല്ലാവരുടെ ചെവിയിലും അത് എത്തിച്ചു, എല്ലാവരെയും അത് അറിയിച്ചു. അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട്, കഴിയും. പക്ഷേ ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു വഴിയുണ്ട്. അതെന്താ അറിയോ? പട്ടിണി കിടക്കുന്നവന്റെ മുഖത്തൊരു തെളിച്ചം വന്നാൽ ആ കാതും കഴുത്തും ചോപ്പിക്കാൻ ഒരു 5 പവന്റെ ആഭരണാടയുടെ വാങ്ങിക്കൊടുത്ത് ഒരു 10,000 റുപ്യ കൊടുത്ത ആ കുട്ടിനെ കെട്ടിക്കാമായിരുന്നു. അത് നാളെ ഒരാണിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇതിലെങ്ങനെ നടക്കായിരുന്നു. ഇന്നത് പോണത് മറ്റേ എന്താണ്, കപ്പിന് ഒരു കൊടുങ്കാറ്റ് അടിച്ച സ്ഥലം ഉണ്ടല്ലോ പോലെ, ഇതിന്റെ പായസ കപ്പിനോ അല്ല മറ്റേ ഐസ്ക്രീമിന്റെ കപ്പിന്, അവിടേക്ക് അന്ന് ആ കുട്ടി പോണത്. അത് കണ്ടിട്ട് നമുക്ക് ഒരിടങ്ങേറുണ്ട്. അത് നേരെ മറിച്ച് ഒരു ആൺകുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് അയാൾ കെട്ടിച്ചു കൊടുത്ത പുതിയാപ്പിളിന്റെ കയ്യും പിടിച്ചില്ല അങ്ങനെ പോണ കണ്ടാൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു, അല്ലേ? ആ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്തില്ല. ഈ പട്ടിണി കിടക്കുന്ന ഈന് അല്ലെങ്കിൽ ആ ചോർന്നൊലിക്കുന്ന പൊര ആ ഒന്ന് ചോപ്പിച്ചു കൊടുത്തൊന്ന് ഓടിട്ട് കൊടുത്തിട്ട് അതിന്റെ ചോട്ട് കിടന്നുറങ്ങുമ്പോ അത് വന്നിട്ട് പറയും, മുതലാളി അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പടച്ചോൻ നന്നാക്കട്ടെ, ആരും അറിയാതെ നിൽക്കല്ല എന്നെ ആളെ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദ്വാ ഉണ്ടായിരുന്നു. ആ ദ്വാക്ക് ഓൻ നിസ്കരിക്കാത്തവനല്ലേ, ഓൻ അങ്ങനല്ലേ, ഓൻ ഇങ്ങനല്ലേ എന്നൊക്കെ പലതും നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ ഓന്റെ ആ ദ്വാക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദ്വാണ്. അത് പടച്ചോന്റെ അടുക്കലേക്ക് നേരിട്ട് അടിച്ചല്ലോ, അതിനൊരു മറ പോലും ഉണ്ടാവില്ല. ആ ജാതി ഒരു ദ്വാ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുണ്ടായിരുന്നു. എന്തൊരു ദ്വാ വേണ്ടാന്ന്. അതിനപ്പുറം ഓന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംതൃപ്തി വന്നില്ലേ. അത് കാണുമ്പോ നമുക്കുമില്ല ഒരു കൃതാർത്ഥത, നാം ചെയ്യേണ്ടത് ചെയ്തു എന്നൊരു കൃതാർത്ഥത. അത് എന്റെ വീട്ടിലെ പിന്നെ വീടിന്റെ മുൻഭാഗം പിന്നെ ആധുനിക മോഡലിലുള്ള ചുവന്ന കല്ല് വിരിച്ച് അതിങ്ങനെ ഭംഗിയാക്കി വിരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതിനേക്കാൾ വലിയ സംതൃപ്തിയല്ലേ അത്? അല്ലേ? ആണ്. സംഗതിയൊക്കെ പറഞ്ഞു നോക്കിയാലൊക്കെ അങ്ങനെയാണ്. പക്ഷെ പ്രായോഗിക രംഗത്ത് അങ്ങനെ അല്ല. താത്വികമായി അങ്ങനെയാണ്, പക്ഷെ പ്രായോഗിക രംഗത്ത് അങ്ങനെ അല്ല, അല്ലേ? ആ അല്ലായിൽ നിന്ന് ആണിലേക്ക് എത്ര ദൂരമുണ്ട്? ആ ദൂരമാണ് നമ്മുടെ കടമ്പ, നമ്മുടെ മനസ്സിലെ കടമ്പ. അതാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പടച്ചോന്റെ അടുക്കൽ ഇനി ഉത്തരം മുട്ടിയവരാ. കാരണം നമ്മളെല്ലാം ചെയ്തു കാണിച്ചു, പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു, ഉണ്ടാക്കുകയും ചെയ്തു, ചെലവഴിക്കുകയും ചെയ്തു. ചെലവഴിക്കാൻ എനിക്ക് കഴിയുമെന്നും കാണിച്ചു. പക്ഷേ പടച്ചോൻ പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ മാത്രം നമ്മൾ അറച്ചു നിന്നു. നമ്മുടെ മനസ്സിൽ കടമ്പകളുണ്ട്. ഈ അവകാശം മനസ്സിലാക്കുക. സക്കാത്തിനെ സംബന്ധിച്ച് ഞാൻ ഏറെ പറയേണ്ടതില്ല, കാരണം ഞാനിവിടെ ഒക്കെ ക്ലാസ് എടുത്തതാണ്, എത്രയോ പ്രാവശ്യം ക്ലാസ് എടുത്തതാണ്. ഒറ്റ വാക്കിൽ സക്കാത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുതരാം. അതെന്താ അറിയും? ആൾക്കാരെ, നിങ്ങൾക്ക് വല്ല പ്രോഫിറ്റും ഉണ്ടാകുന്നുണ്ടോ? കച്ചവടത്തിൽ നിന്ന്, ബിസിനസ് നിന്ന്, മറ്റിടത്തുനിന്ന്, മറിച്ചിടത്തുനിന്ന്, എവിടുന്നെങ്കിലും ഇനി കൃഷിയെന്നോ വല്ല പ്രോഫിറ്റും ഉണ്ടാകണം. ആ പ്രോഫിറ്റ് എടുത്ത് വെച്ചാൽ അതിന്റെ 10% പാവങ്ങൾക്ക് കൊടുത്താളി. കഴിഞ്ഞ് എങ്ങനെയാ കൊടുക്കേണ്ടത്? അത് ആരുടെയെങ്കിലും കയ്യിൽ ഒന്നായിട്ട് കൊടുക്കി, എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തെയോ 10 കുടുംബത്തെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് കൊടുക്കട്ടെ. അടിയാണ്. അല്ല, നിങ്ങളുടെ അസറ്റുകൾ പിന്നെ അലൈവ് അസറ്റോ ഡെഡ് അസറ്റോ ആയിട്ട്, അല്ല ലൈക്ലി ഡെഡ് അസറ്റോ ആയിട്ട് വളരെ സൂക്ഷിപ്പ് വസ്തു ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് 1 ലക്ഷം. അല്ല, പെണ്ണുങ്ങളെയും നിങ്ങളെ കുട്ടികളെയും കൂടി പിന്നെ ആഭരണങ്ങളും മറ്റ് സ്വർണവും എല്ലാം കൂടി അത് 1 ലക്ഷത്തിന്റെ, അത് ലൈക്ലി ഡെഡ് അസറ്റ്. ഈ പണം ലൈവ് അസറ്റ് എപ്പോഴും ഉപയോഗപ്പെടുത്താവുന്നത്, അല്ലെ? ഇത് രണ്ടിനും 2.5% കൊടുക്കുക. എന്താണ്? ഇപ്പോൾ ഉപയോഗത്തിൽ വരാത്ത എന്നാൽ അത് എപ്പോഴും ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ളത് ബാങ്ക് ബാലൻസ്, സ്വർണ്ണ നിക്ഷേപം, ഇതുപോലുള്ളതിന് 2.5% സക്കാത്ത് കൊടുക്കുക. പ്രോഫിറ്റുകൾക്ക് എന്ത് പ്രോഫിറ്റ് ആയാലും 10% കൊടുക്കുക. കഴിഞ്ഞു സക്കാത്ത്.
ഇതല്ല സക്കാത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിനെന്താണെന്നറിയോ? നിങ്ങളുടെ പ്രോഫിറ്റുകൾ 90% നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രോഫിറ്റ് 90% നിങ്ങൾ തന്നെ അനുഭവിക്കുക. അതിന്റെ ബാക്കിയല്ലേ കൈനേരേക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഒരു കോടി അല്ലെങ്കിൽ 1 ലക്ഷം ഉറുപ്പികയില് ഒരു 2.5% ഒരു 2500 ഉറുപ്പിക അയാൾ മാറ്റി വെച്ചിട്ട് മറ്റോനും അങ്ങ് കൊടുത്താളി കഴിച്ച് ബാക്കി എല്ലാം 97% നിങ്ങൾ തന്നെ അനുഭവിക്കും കൂട്ടരെ. നിങ്ങൾ തന്നെ എടുത്തോളി. നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്തല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയ പൊന്നല്ലേ, അതിന്റെ 97% നിങ്ങൾ എന്നെ ഉപയോഗിച്ചോളി, നിങ്ങൾ എന്നെ പാത്ത് വെച്ചോളി, നിങ്ങൾ സൂക്ഷിച്ച് ചോളി. ഒരു കുഴപ്പമില്ല. 97% നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യണ്ട. ഒക്കെ നിങ്ങൾ തന്നെ എടുത്തോളി. ആ 97ന്റെ ബാക്കിയുള്ള ഒരു ലേശം അത് നിങ്ങൾ ആർക്കെങ്കിലും അക്കൗണ്ട് കൊടുത്താളി. ഇത്രയേ ഉള്ളൂ. സക്കാത്തിനെ പറ്റി പറയുമ്പോ അതിനും കൊടുക്കണം, ഇതിനും കൊടുക്കണം, മറ്റാനും കൊടുക്കണം, മറിച്ചാനും കൊടുക്കണം. പേടിക്കണ്ട കൂട്ടരെ, പേടിക്കണ്ട. ഇത്തരം വസ്തുക്കളിൽ 97% നിങ്ങൾ ഉപയോഗിച്ചോളി, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളി, നിങ്ങൾ ബാങ്കിൽ ഇട്ടോളി. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യം ഏത് പ്രോഫിറ്റ് അതിന്റെ 90% നിങ്ങൾ തന്നെ അനുഭവിച്ചോളി. ഒരു കുഴപ്പമില്ല. ഇസ്ലാം ഒന്നുകൊണ്ട് പറയുന്നുമില്ല. നിങ്ങൾ തന്നെ അനുഭവിച്ചോളി എന്നാ പറയുന്നത്. കഴിഞ്ഞു. ഇതേപ്പോ സക്കാത്തിനെ പറ്റി പറയാനുള്ളൂ. സക്കാത്തിനെ പറ്റി പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യന് മനസ്സിലവരെ പേടിയാകിരിക്കും. പേടിയാകാതിരിക്കാൻ ഈ ഒരു മാർഗ്ഗം ഞാൻ കാണുന്നു. വാക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റുകളുടെ 90% നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളിയും കൂടി. അല്ല, സൂക്ഷിപ്പ് വസ്തുവാണ്. 90% നിങ്ങൾ തന്നെ അനുഭവിച്ചോളി, നിങ്ങൾ തന്നെ സൂക്ഷിക്കുകയും ചെയ്തോളി, പാത്ത് വെച്ചോളി. 2 ലോക്കിട്ട് പൂട്ടിക്കാളി. ഒരു കുഴപ്പമില്ല. 90 അതിന്റെ ബാക്കിയുള്ള ലേശത്ത് അങ്ങോട്ട് കൊടുക്കാൻ കൊടുത്താൽ കൈ. ഇതാ സക്കാത്ത് എന്ന് പറഞ്ഞു. വേറൊരു ചുക്കൂല. സക്കാത്തിനെ പറ്റി പറയാം. ധർമ്മം ഇങ്ങനെയും. ഇനി ഇതെന്തേന്നുള്ളൂ, ഇത് പറയാൻ എളുപ്പമാണ്. ഇത് പ്രാക്ടിക്കലാക്കി നോക്കി. തബ്ദീർ ചെയ്യരുത്. ആദ്യം വേണ്ടതാണ്. പിന്നെ ഹലാലായി സമ്പാദിക്കണം. എന്നാ തനിയെ ചെലവഴിച്ചോളും. ഹലാലായി സമ്പാദിച്ചാലേ ചെലവഴിക്കുള്ളൂ. ഹറാമായി സമ്പാദിച്ചാൽ ചെലവഴിക്കാൻ കഴിയൂല. പിന്നെ തൊലക്കാനേ കഴിയുള്ളൂ. ചെലവഴിക്കലും തൊലക്കലും രണ്ടാണെന്ന് അല്ലേ? ചെലവഴിക്കാൻ കഴിയില്ല, ഇൻഫാക്ക് ചെയ്യാൻ കഴിയില്ല ഹലാലായി ഉണ്ടാക്കിയില്ലെങ്കിൽ. തബ്ദീർ ചെയ്യാൻ കഴിയും. അപ്പൊ ആദ്യം സൂക്ഷിക്കുക, ഹലാലായി സമ്പാദിക്കൂ. എന്നാൽ നിങ്ങൾക്ക് ചെലവഴിക്കാം. ഹറാമായി സമ്പാദിച്ചാൽ നിങ്ങൾക്ക് തൊലക്കാം. ഇതേ എനിക്ക് പറയാം. കഴിഞ്ഞു. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവന്റെ ഭക്ഷണം നന്നാവണം, അവന്റെ വസ്ത്രം നന്നാവണം, അവന്റെ കുടുംബത്തിന്റെ നന്നാവണം. ഇനി ഒരു കാലത്ത് മനുഷ്യന്മാര് വരുന്നു, ഒരു ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. മുസ്ലിങ്ങളാ ദിക്റിങ്ങനെ നാവുമെന്ന് വിട്ടിട്ട് ദിക്റേല. എപ്പോഴും യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു, പടച്ചോനെ പടച്ചോനെ, റഹ്മാനെ റഹീമേ, തമ്പുരാനെ ഗഫൂറേ റഹീമേ, ലൈക്കുപോലെ നാവിന് മുഴുവനും. പക്ഷെ മഅ്കലുഹും ഹറാമുൻ വമൽബസുഹും ഹറാമുൻ വലുത്തിഖദിൽ ഹറാമി അന്നാ യുസ്തജാബു. യഖൂലു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു അന്നാ യുസ്തജാബു. ഓൻ തിന്നുന്നത് ഹറാമാണ്, ഓൻ ധരിച്ചത് ഹറാമാണ്, ഹറാമിൽ കുത്തിപ്പൊരട്ടിയിരിക്കുന്നു, ഓനെ ഇട്ടിരിക്കുന്നു അവൻ. ആ ജാതി മനുഷ്യൻ യഖൂലു യാ റബ്ബു യാ റബ്ബു, പടച്ചോനെ പടച്ചോനെ, റഹ്മാനെ റഹീമേ, അല്ലാഹുവേ തമ്പുരാനെ ഉടയവനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അന്നാ യുസ്തജാബു. ഓനെങ്ങനെ ഉത്തരം കിട്ടൂന്ന്. കാരണം ഓൻ ഹറാമിലല്ലേ തിന്നത്. ഉള്ളിലൊക്കെ ഹറാം, പുറത്തു ഹറാം, കുടിക്കുന്ന ഹറാം, തിന്നുന്ന ഹറാം, ഉപയോഗിച്ച ഹറാം, ഓന്റെ വീട് ഹറാം. പിന്നെ ഓനെങ്ങനെ ഉത്തരം കിട്ടുമെന്ന് വെച്ചിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ആ ജാതി മനുഷ്യന്മാർ വരുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ ഒന്നുകൂടി പരിസരത്തേക്കേ എത്തുള്ളൂ. ഇപ്പൊ തന്നെ ഖിയാമത്ത് നാൾ നമ്മൾ മാടി വിളിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഏതായിരുന്നാലും നമ്മളായിക്കൂടാ. യാ റബ്ബു യാ റബ്ബു യാ റബ്ബു, പടച്ചോനെ പടച്ചോനെ എന്ന് പറയാം. എന്നിട്ടിങ്ങനെ സമ്പാദിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ഹറാമാകുക, അതേതായാലും പറ്റൂല. രണ്ടും കൂടി യോജിക്കുന്നില്ല. ആദ്യം ഹലാലായത് സമ്പാദിക്കുക, എന്നാൽ മനുഷ്യന് ചെലവഴിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കട്ടും കവർന്നും ഹറാമായതും ഉണ്ടാക്കിയാൽ മനുഷ്യൻ തൊലച്ചു കളയും, ശൈത്താന്റെ കൂട്ടാളിയായി മാറും. അതുകൊണ്ട് ഹലാലായത് സമ്പാദിക്കുക. അപ്പോൾ നമുക്ക് നല്ല വിധത്തിൽ പടച്ചോൻ പറഞ്ഞ മാതിരി ചെലവഴിക്കാൻ കഴിയും. ഹലാല് തന്നെ സമ്പാദിക്കുക എന്ന് വെച്ചെന്തിനാ? അപ്പുറത്ത് നമ്മൾ ഒരുപാട് കനത്ത സംഖ്യ കണ്ടിരുന്നല്ലോ ഒരുപാട്. നമ്മൾ വേണ്ടാന്ന് വെച്ചെന്തിനാ? അത് ഹറാമായതുകൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ
കരുതിക്കൂട്ടി കണ്ടിട്ട് എന്റെ കയ്യിൽ ഒരു ചെക്കനുണ്ട്, അവൻ നല്ല ഉളിയത്തിന്റെ നോട്ടുണ്ട്, ആരും 1.5 ലക്ഷം റുപ്യ ഒറ്റ നോട്ടത്തിൽ വില പറയും. ആ ജാതി ഒരു ചെക്കനെ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ വാപ്പാനോടെന്ന് പറഞ്ഞു, ചെക്കൻ 1.5 ലക്ഷം റുപ്യ ഒറ്റ നോട്ടത്തിന് വില മതിക്കും, പിന്നെ ഒരു പുരയുണ്ടാക്കി കൊടുത്തേച്ചാ മതി, ഒരു 10 സെന്റ് സ്ഥലവും നിങ്ങളെ കുട്ടിനെ അട് കൊടുത്താളി എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കും, വെറുതെ കൊടുക്കിട്ടു. ഞാനിങ്ങനെ ഞാനായ ബാപ്പ ഇങ്ങനെ 1.5 ലക്ഷം റുപ്യ എനിക്ക് കിട്ടും, ഓനൊരു പുരയും കിട്ടും, ഒരു സ്ഥലവും കിട്ടും, വേണോ? വെറുതെ ഇങ്ങനെ കയ്യെടുത്ത് കാട്ടേണ്ട അവസ്ഥയുള്ളൂ. അങ്ങനെ അട്ടിയാക്കിയിട്ട് വെച്ചുതരും. പുതുമണമുള്ള നോട്ട് വേണോ? വേണ്ട വേണ്ട. എന്റെ മോനെ ആണാക്കിയത് ഞാനും ഒന്നും അല്ലല്ലോ, പടച്ചോനല്ലേ അത് ആണാക്കി തന്ന്. ഓന്റെ മോളെ പെണ്ണാക്കിയതും പടച്ചോനാണല്ലോ, ഓനല്ലല്ലോ, ഓളും അല്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ആട്ടുപോട്ടും ബാർഗെയിനിങ് വേണ്ട, വേണ്ടാന്ന് അത് വേണ്ട എന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ ഈ 1.5 ലക്ഷം പുല്ല് പോലെ തള്ളിക്കളയാൻ കഴിയും, അല്ലേ? അങ്ങനെ കിട്ടാവുന്ന ഒരുപാട് ഉണ്ടായിരുന്നു പലതിനും, ബിസിനസ്സിലും അവിടെ ഇവിടെയൊക്കെ പലരും സംഖ്യയും നീട്ടി വന്നിരുന്നു നമ്മുടെ മുമ്പിൽ. നമ്മളത് തട്ടി മാറ്റി കളഞ്ഞു. എന്തിനറിയോ? അത് ഹലാലല്ലാതെ വെച്ചിട്ട്. പിന്നെ ഓന് പടച്ചോൻ പറഞ്ഞ മാതിരി ചെലവഴിക്കാനും കഴിയല്ലോ, ചെലവഴിക്കാൻ, തൊലക്കാനല്ല. അങ്ങനെ ആദ്യം തന്നെ ശീലിച്ചെടുക്കണം സമ്പത്ത് നേടും. എങ്കിൽ പടച്ചോൻ പറഞ്ഞ മാതിരി ചെലവഴിക്കാൻ കഴിയും, അവകാശികൾക്കൊക്കെ അവകാശം കൊടുക്കാൻ കഴിയും. അതല്ല, പണം കണ്ട മാർഗത്തിലൊക്കെ എങ്ങനെ കിട്ടുമോ അങ്ങനൊക്കെ വാങ്ങിയിട്ട് തൊലക്കാനും കഴിയും. ഞാൻ ഇവിടെ നിർത്തുന്നു. ജീവിതത്തിൽ ഇപ്പോൾ പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഭാവിയിലെങ്കിലും ജീവിതത്തിൽ പുലർത്തണമെന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ. ആഗ്രഹമുണ്ടായാലേ നമുക്ക് അത് നടപ്പിൽ വരുത്താൻ കഴിയും. അല്ലാതെ പള്ളിയിൽ വരുമ്പോഴൊക്കെ മുഅ്മിൻ, പുറത്തു ചെല്ലുമ്പോഴൊക്കെ ഇമാമാരാ? ബിസിനസ്സുമായി നടക്കുമ്പോൾ നിങ്ങളുടെ ഇമാമാരാ? ആ സേട്ടു, ആ പാരിസി, ആ ബനിയ, ഓരൊക്കെയാണ് നമ്മളുടെ ഇമാമ്. കച്ചവടത്തിന് ബനിയ. പിന്നെ സാമ്പത്തിക ബിസിനസ്സുകൾക്ക് മറ്റേ നമ്മളെ പാർസി പണത്താറുത്തോൻ ഓന്. പിന്നെ മറ്റേതിനൊക്കെ ഈ പറഞ്ഞ ഈ വിഭാഗം. ഇങ്ങനെയല്ലേ നമ്മളെ നേതൃത്വം. പിന്നെ മറ്റേതിനാണെങ്കിലോ ഇത് പലിശ വാങ്ങണമെങ്കിൽ സേട്ടു, പലിശ വാങ്ങണ ആ ഏർപ്പാടും അതിന്റെ തെളിവും ബാക്കിയുള്ള അതിന്റെ ഏർപ്പാടുകളൊക്കെ സേട്ടു. ഇതല്ലേ നമ്മളെ മാതൃക. നേർക്കേറെ പറഞ്ഞാൽ അവിടെ ഇസ്ലാമിന്റെ മാതൃക ഉണ്ടോ? പള്ളിയിൽ വരുമ്പല്ലേ ഇസ്ലാമിന്റെ മാതൃക ഉള്ളൂ. പടച്ചോനും അള്ളയും ബാക്കിയുള്ളതൊക്കെ അവിടെ പള്ളിയിൽ വരുമ്പല്ലേ ഉള്ളൂ. ഇക്കണ്ട നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ നമ്മളെ മാതൃക ഖുർആനോ മുഹമ്മദ് നബി ആണോ? അല്ലല്ലോ, അല്ലാന്ന്. ആണെന്ന് തീർത്ത് പറയാൻ ആർക്ക് ധൈര്യം? ആണ്. അവിടെയും മുഹമ്മദ് നബി എന്നാ എന്റെ മാതൃക എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഞാനുണ്ടോ? നിങ്ങളുണ്ടോ? ഇല്ലെന്നേ. ബിസിനസ്സിന് അതിന്റെ ആൾക്കാർ മാതൃക, അതിന്റെ ആൾക്കാർ. കച്ചവടത്തിന് അതിന്റെ ആള്, ബിസിനസ്സിന് അതിന്റെ ആള്, അങ്ങനെ ഓരോന്നിനും സാമ്പത്തിക ഇടപാടിന് അതിന്റെ ആള്, പിന്നെ ബാങ്കിങ്ങിന് അതിന്റെ ആള്. അതൊക്കെ മാതൃക. ശരി, വിട്ടു തന്നു. ഇനി ബാക്കി നിങ്ങൾ ചിന്തിച്ചു. ഏതായിരുന്നാലും മനുഷ്യന്റെ ഇവിടെ വല്ലാതെ ഒന്നും കാലമല്ല. ഇതൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് അനുഭവിക്കാതെ പോകേണ്ടി വരും. അപ്പൊ നഷ്ടവും ഖേദവും രണ്ടായി. ഏത്? താൻ ചത്ത് മീൻ പിടിച്ചു, എന്നിട്ട് തിന്നാൻ ഞാനിവിടെ ഇല്ല. കാരണം ഞാൻ ചത്തിട്ടല്ലേ മീൻ പിടിച്ചത്. ഞാൻ ചത്തു മീൻ പിടിച്ചു, തിന്നാൻ ആരാ ഉള്ളത്? ആരുമില്ല. എന്നാ കുട്ടികളോ അത് തൊലക്കാൻ കാത്തിരിക്കുന്നു. ഇനി എന്ത് വേണം? ഇനിയൊന്നുമില്ല, അല്ലെ? ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇനിയൊന്നുമില്ല, കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. 100% പരാജയപ്പെടരുത്. സ്വർഗം നേടിയെടുക്കാൻ ടാറ്റയും ബിർളയും ആയിക്കൊള്ളണമെന്നില്ല. നമുക്കൊക്കെ നേടിയെടുക്കാം. പാവപ്പെട്ടവൻ നേടിയെടുക്കാം സ്വർഗം. പണം നേടിയെടുക്കാൻ ടാറ്റക്കും ബിർളയ്ക്കേ കഴിയുള്ളൂ. അത് കോഴിക്കോട്ടുകാരെ എല്ലാ പണക്കാരും ഞങ്ങൾ എന്ന് പറയുന്ന എല്ലാ പണക്കാരും ഒരുമിച്ച് കൂടിയാൽ ബിർള ഒരൊറ്റ ദിവസം സമ്പാദിക്കുന്നത് വരെ എല്ലാവരും കൂടി ഒരു മാസം കൊണ്ട് സമ്പാദിക്കൂല. അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. കോഴിക്കോട്ടെ പണക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു മാസം സമ്പാദിച്ചാൽ ബിർള അയാളുടെ ഫേമുകളിൽ നിന്ന് ഒരു ദിവസം സമ്പാദിക്കുന്നത് ആവും എന്ന അഭിപ്രായമുണ്ടോ? ഇല്ല, അല്ലെ? പണം സമ്പാദിക്കാൻ നോക്കണ്ട, അത് നമുക്ക് ആരോടും മത്സരിക്കാൻ കഴിയൂല. പക്ഷെ ആ ബിർള നേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ സ്വർഗം നമുക്ക് നേടാം കഴിയും. ഇത് പാവപ്പെട്ടവനും കഴിയും.
കുറച്ചൊക്കെ അതും കൂടി ശ്രമിക്കും. അത് വെറുതെ ഒരു കളി പറഞ്ഞാല, തമാശ പറഞ്ഞാല അതൊരു കാര്യമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക. പടച്ചോൻ രക്ഷിക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.